وعن سعيد بن المسيب سعيد المسيب رضي الله عنه തൊട്ട് നിവേദനം قال سعيد بن المسيب പറയുന്നു قال أنس بن مالك رضي الله عنه മഹാൻ പറയാണ് قال لي رسول الله صلى الله عليه وسلم നബി എന്നോട് പറഞ്ഞു. എങ്ങനെ വിളിച്ചിട്ടാ പറഞ്ഞറിയാ ബുനയ്യ എന്റെ പൊന്നു മോനെ. എന്താ പറഞ്ഞത്? ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയ, രാവ് പകലുകൾ നിനക്ക് ആവാൻ കഴിയുമെങ്കിൽ. എങ്ങനെ? ലൈസ ബി ഖൽബിക ഖിശ്ശുൻ, നിന്റെ ഹൃദയത്തിൽ ഒരാളോടും പോരോ ദേശമോ അസൂയമൊന്നുമില്ല. ആ രീതിയിൽ നിനക്ക് രാവ് പകലുകൾ തള്ളി നീക്കാൻ കഴിയുമെങ്കിൽ നീ അങ്ങനെ ചെയ്തു, അങ്ങനെ തന്നെ ജീവിക്കുക. അത് പറഞ്ഞതിന് ശേഷം സുമ്മഖാല, പിന്നെ നബി എന്നോട് പറഞ്ഞു, യാ ബുനയ്യ എന്റെ മോനെ, വദാലിക മിൻ സുന്നത്തീന, അങ്ങനെ രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ എല്ലാ സമയത്തും മറ്റുള്ളവരോട് ഈറില്ല, പോരുമില്ല, ദേഷ്യമില്ല, ചതിയില്ല, വഞ്ചനയില്ല, അങ്ങനെ നിഷ്കളങ്ക മനസ്സായി ജീവിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ അത് എന്റെ ചര്യയിൽപ്പെട്ടതാണ്. അവൻ അഹബ്ബ സുന്നത്തി, എന്റെ ചര്യ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബനി, അവനെന്നെ ഇഷ്ടപ്പെട്ടു. അവൻ അഹബ്ബനി, എന്നാരെങ്കിലും ഇഷ്ടം വെച്ചാലോ കാനമായി ഫിൽ ജന്നത്തി, സ്വർഗലോകത്ത് കടക്കുക എന്ന് മാത്രമല്ല, അത് എന്റെ കൂടെ ഉണ്ടാവുകയും ചെയ്യുന്ന. അപ്പൊ നബിന്റെ കൂടെ കൂടണമെങ്കിൽ എന്ത് വേണം? നബിനെ ഇഷ്ടം വെക്കണം. നബിനെ ഇഷ്ടം വെക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നബിന്റെ സുന്നത്ത് ഇഷ്ടം വെക്കണം. നബിന്റെ സുന്നത്തിൽപ്പെട്ടത് എന്താണ്? ഒരു മനുഷ്യനോടും ദേഷ്യം ഉണ്ടാകാൻ പാടില്ല, ഖൽബ് നിഷ്കളങ്കമായിരിക്കണം. ഇങ്ങനെയായാൽ സ്വർഗത്തിൽ പ്രവേശിക്കലും നബിന്റെ കൂടെ രണ്ടും കിട്ടും. അൽഹംദുലില്ലാഹ്, അതിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. പമനിത്ത സഫാവി ആദികി സിഫത്തി, ഇവിടെ പറഞ്ഞ എല്ലാ സിഫത്തുകളെ കൊണ്ടും ഒരു മനുഷ്യൻ രൂപാന്തരപ്പെട്ട് നല്ല ഗുണമുള്ളവരായി മാറിയാൽ അവൻ അള്ളാഹുവിനെയും റസൂലിനെയും പരിപൂർണമായി ഇഷ്ടം വെച്ചവനാണെന്ന് പറയാം. ഒമൻ ഖാലഫി ബഅദി ആദിഹിൽ ഉമൂരി, ഇവ പരിപൂർണമായി എല്ലാത്തിലൊന്നുമില്ല, ചില കാര്യങ്ങൾ വ്യത്യാസപ്പെടുത്തി ചിലതിൽ അവൻ പിന്തുടരുകയാണെങ്കിൽ മഹബത്തി, അവൻ നബിനോടും അള്ളാഹുവിനോടുമുള്ള പ്രേമത്തിൽ ചുരുക്കം വന്നവനാണ് എന്നേ പറയാൻ പറ്റൂ. അതോടൊപ്പം തന്നെ വലാ യഖ്റുജു അൻ ഇസ്മിഹ, നബിനോട് അവന് മഹബത്തുണ്ട് എന്ന മുഹിബ് നില പേര് എന്ന് പുറത്തൊന്നും പോകൂല. ചെയ്ത തെറ്റുകൾ തെറ്റുണ്ടാകും, പുറത്തൊന്നും പോകാൻ കഴിയൂല എന്ന്. അതല്ലല്ലോ കാന ഹുബ്ബുക സാദിഖൻ ലാ തഹ്തഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ എന്ന് പറഞ്ഞതാണല്ലോ. നിന്റെ സ്നേഹം യഥാർത്ഥമാണ് എങ്കിൽ നീ നബിക്കെന്ത് വേണം? വഴിപ്പെടണം മഹബൂബിന്. കാരണം ഇഷ്ടം വെക്കുന്ന ഒരു മനുഷ്യൻ ആരെയാണോ ഇഷ്ടം വെക്കുന്നത് ആ മഹബൂബിന് അവൻ അനുസരിച്ചു കൊണ്ടിരിക്കും. അപ്പൊ നബിക്കനുസരിക്കണം, അതാണോ ഇഷ്ടം. ആ ഇഷ്ടം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥവും സത്യവും അങ്ങനെയാണ്. കർമ്മപദത്തിൽ അത് കാണേണ്ടതിന് വാക്കിൽ ഒതുങ്ങിയാ പോരാണ്. ദലീലുഹോ, അയാള് തെറ്റ് ചെയ്തിരിക്കെ ചില കാര്യങ്ങളിൽ നബിനോട് പിൻപറ്റിയിട്ടുണ്ട്. അത്തരമൊരാൾക്ക് മുഹിബ് എന്ന് പറയാം. അയാൾ ഇസ്മെന്ന് പുറത്തു പോകൂല, മുഹിബ് എന്ന നാമത്തെ തൊട്ട് പുറത്തു പോകൂല എന്നെനിക്ക് തെളിവെന്താ? അത് ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളെ വാക്കാണ്. ഇല്ലതി, ഒരുത്തനോട് ഹദ്ദോബിൽ ഹംദി, കള്ള് കുടിച്ച കാര്യത്തിൽ കള്ളുകുടിയനെ കുടിച്ചു എന്ന പേരിൽ എന്ത് ചെയ്യുന്നറിയാമോ? ഇസ്ലാമിക നിയമപ്രകാരം ഹദ്ദ് നിർത്തി. അങ്ങനെ ഹദ്ദ് നിർത്തിയപ്പോൾ ആ ഹദ്ദടിക്കുന്ന മനുഷ്യനോട് നബി തങ്ങൾ പറയുകയുണ്ടായി. ആരാണ് ഇയാളെന്ന് ചോദിച്ചാൽ ചരിത്രത്താളിൽ കാണുന്നത് അബ്ദുള്ള അൽ മുലഖബ് ഹിമാർ. ഹിമാർ എന്നതുകൊണ്ട് ലഖബലമുള്ള അബ്ദുള്ള എന്ന് പറയുന്ന ഒരാളാണ്. ആവട്ടെ, അദ്ദേഹമാണ് ഈ കുടിയൻ. ഒഹുവ, അദ്ദേഹത്തെ പറ്റുന്ന പറയട്ടെ, അദ്ദേഹം സ്വാഹിബുൽ മിസാഹ്, സ്വാഹിബ് മിസാഹായിരുന്നു. അദ്ദേഹം തമാശക്കാരനായിരുന്നു. കാല യഹീദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്ക് അജയ കൊടുക്കുന്ന ആളാണ്. യുദ്ഹിക്കഹു, നബിയെ ചിരിപ്പിക്കുന്ന ആളും കൂടിയാണ്. ഇങ്ങനെയുള്ള ഒരാൾ കള്ളു കുടിച്ചു. ആ നബിന്റെ സുന്നത്തിൽപ്പെട്ടതല്ലല്ലോ, അത് നബിനോട് എതിരായി. അപ്പൊ അതിന് ഇസ്ലാമിക നിയമപ്രകാരം ഹദ്ദടിക്കണം. ഹദ്ദടിച്ചു. ഹദ്ദടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫലഹു
ബഅദുഹും ചില ആളുകൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചു, കുറ്റപ്പെടുത്തി, ശപിച്ചു. വഖാല മാ അക്സറ മാ യഅതി ബിഹി, അങ്ങനെ പറയുകയും ചെയ്തു, അവൻ കൊണ്ടുവന്നത് വല്ലാത്തത് അധികമായി പോയി, മറ്റേതായി മറിച്ചതായി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെന്താണ് ആക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ആക്ഷേപത്തിന്റെ ഇടയിൽ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തില്ല, തൽ അൻഹു, നീ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ പാടില്ല. കാരണം എന്താണെന്നറിയാം, ഫഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, അദ്ദേഹം മദ്യപിച്ചു, അതിന് ശിക്ഷ അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ ശപിക്കാൻ പാടില്ല. കാരണം അദ്ദേഹം അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടം വെക്കുന്ന ആളാണെന്ന്. ഇങ്ങനെ തെറ്റ് ചെയ്ത മോമിനായിട്ട് പോലും അയാൾക്ക് മുഹിബ് എന്നുള്ള പേരുണ്ട് അവിടെ. അത് നബിയോടും അള്ളാഹ് ഇഷ്ടമുണ്ട്. തെറ്റ് ചെയ്തു, അതിന്റെ ശിക്ഷ വേറെയുണ്ട്. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്. ഈ ഹദീസ് പറഞ്ഞിട്ട് പണ്ഡിതന്മാര് പറയുന്നു, ഈ ഹദീസ്, ഈ ഹദീസിലുണ്ട് ബിശാറത്തുൻ അദീമത്തുൻ, വലിയൊരു സന്തോഷം നൽകുന്നുണ്ട്. വലിയൊരു സന്തോഷം. എന്താണ് ആ വലിയ സന്തോഷം? മാത്രമല്ല ഇഷാറത്തുൻ ജസീമ, വലിയൊരു സൂചനയുമുണ്ട്. ആർക്കിൽ ഉസാത്തുൽ മുഅ്മിനീന, സത്യവിശ്വാസികളായ ആളുകൾ തെറ്റ് ചെയ്തവർക്ക്, വഹുജ്ജത്തും വാദിയത്തും ബയ്യിനത്തുൻ ലാഹിയത്തുൻ അഹ്ലി സുന്നത്തി വൽ ജമാഅ, അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിന്റെ അഹ്ലുകാർക്ക് തിളങ്ങുന്ന ലക്ഷ്യങ്ങളും വെട്ടിത്തിളങ്ങുന്ന ലക്ഷ്യങ്ങളും തെളിവുകളും ഇതിലുണ്ട്. ആർക്കെതിരിൽ? അത് ഖവാരിജി വൽ മുഅ്തസിലത്തി, ഖവാരിജിനും മുഅ്തസിലത്തിനും എതിരായിട്ട്. ഒരു വിദേഹത്തുകാരാണല്ലോ ഹൈസഖാലു, അവർ പറഞ്ഞെടുത്ത് എന്ത്, ബി കുഫ്രി മൻ ഫഅല കബീറത്തൻ, കള്ളുകുടി പോലത്തെ വൻകുറ്റന്മാരെയും ചെയ്ത കാഫറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഖവാരിജികൾ. വഹിയ മുഖ്രിജത്തുൻ ലഹു മിനൽ ഈമാനി, അത് ഈമാനിൽ പുറപ്പെടുവിക്കുന്നതുമാണ് വലിയ കുറ്റം. വലാ തുദ്ഖിലുഹു ബിൽ കുഫ്രി, എന്ന കുഫ്രത്തില് അവനെന്താവുക കടത്തുകയുമില്ല. ഇങ്ങനെ രണ്ട് ടീമായിട്ട് പറയുന്നുണ്ട്. ഖവാരിജ് പറഞ്ഞു കാഫറാന്ന് പറയും, മുഅ്തസില കാഫറാന്ന് പറയൂല, ഈമാന്ന് പുറത്തും പോയി കുഫറിൽ കടക്കുകയുമില്ല എന്നാണ്. ഇങ്ങനെ വൻകുറ്റം ചെയ്ത ആൾക്ക് അവർ സ്ഥിരപ്പെടുത്തുന്നത് മൻസിലത്തമ്പതിൽ മൻസിലത്തേന്, സ്വർഗം നരകം, അതായത് ഈമാനും കുഫറും ഇത് രണ്ടിന്റെ സ്ഥാനമുണ്ടെന്ന് മുഅ്തസിലത്ത് പറയുന്നത്. എന്നിട്ട് അവര് പറയുന്നു ബി തഖ്രീദി ബിന്നാരി, ഇദ്ദേഹം നരകത്തിലാണെന്നും കൂടി പറയുന്നുണ്ട്. ഇങ്ങനെ ഖവാരിജിന്റെയും മുഅ്തസിലത്തിന്റെയും വിശ്വാസം പിഴച്ചതാണ്. ഖവാരിജ് കാഫറാന്ന് പറയുന്നു, മുഅ്തസില കാഫറാന്ന് പറയൂല, രണ്ടിന്റെയും കൂടി ഇടയിൽ സ്ഥാനം വെച്ചിട്ട് ഇയാൾ നരകത്തിൽ ശാശ്വതരാന്ന് പറയുന്നു. ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് നേരെ എതിരാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ തെളിവാണ് നേരത്തെ പറഞ്ഞ കള്ളുകുടിയുടെ കഥ. അയാൾ ആക്ഷേപിക്കരുത്, അയാൾ മുഅ്മിൻ തന്നെയാണ്, മുഹിബാണ്, അള്ളാഹിനെ റസൂൽ ഇഷ്ടം വെക്കുന്നു എന്ന് അവൾ മനസ്സിലാക്കുക. അലാമാത്തി മഹബ്ബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തുനബി തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ അടയാളത്തിൽ പെട്ടതാണെന്ന് കസറത്തു ദിക്രി, മുത്തുനബി തങ്ങളെ നല്ലോണം പറഞ്ഞുകൊണ്ടിരിക്കണം. എല്ലായിടത്തും പറയണല്ലോ. ഫമൻ അഹബ്ബ ഷൈഅൻ അക്സറ മിൻ ദിക്രിഹി, ആരെങ്കിലും അങ്ങനെ ഇഷ്ടപ്പെടുന്നു എങ്കിൽ, ഏതെങ്കിലും ഒരു വസ്തുവിനെ ഇഷ്ടപ്പെട്ടാൽ അതിനെ തന്നെ പറഞ്ഞുകൊണ്ട് തീർക്കുമല്ലോ. അപ്പൊ നബിനെ എപ്പോഴും പറയുക എന്ന് പറയുന്നതും നബിനോടുള്ള വലിയ ഇഷ്ടത്തിൽപ്പെട്ട ഒന്നാകുന്നു. ഇത് ദീലിമി ഇമാമു തന്റെ മുസ്നദുൽ ഫിർദൗസ് എന്ന് പറയുന്ന കിതാബിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് നിബന്ധന ചെയ്ത ഹദീസാകുന്നു. വമിൻ അലാമാതിക, മുത്തുനബി തങ്ങളോട് സ്നേഹമുണ്ട്, പ്രേമമുണ്ട് എന്നതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് കസറത്തു സൗഖിഹി ഇലാ ലിഖായി, നബി തങ്ങളെ കാണുക എന്നതിലേക്ക് വലിയ ആഗ്രഹം ഉണ്ടാകുക. നബിനത് കാണണം, അത് വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ എപ്പോഴും കാണണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും, അതും ഇഷ്ടത്തിൽപ്പെട്ട അടയാളത്തിൽപ്പെട്ടതാണ്. വകുല്ലു ഹബീബി യുഹിബ്ബു ലിഖാ ഹബീബിഹി, ഏതൊരു ഇഷ്ടക്കാരനും തന്റെ മഹബൂബിനെ കാണാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, അതിൽപ്പെട്ടതിന് അത് അടയാളം ആയിപ്പെട്ടതാണ്. ഹദീസിൽ അസ്അരിയീന, അസ്അരിയാക്കളുടെ ഹദീസിൽ കാണാം, അതായത് അബി മൂസ അസ്ഹാബി, അസ്അരിയാക്കൾ അബൂ മൂസയും കക്ഷിക്കാരുമാണ്. എപ്പോ ഇന്ത ഖുദൂമിഹിൽ മദീന, അവർ മദീനയിലേക്ക് മുന്നിട്ട് വരികയാണ്. യമൻ എന്നോ അല്ലെങ്കിൽ അഭിഷേക് എന്നോ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്നവും കാനൂ യർതജൂന, അത്തരത്തിൽ അവർ ഇങ്ങനെ ഒരു മുറിപ്പാട്ടും പാടുന്നുണ്ട്. എവിടെ? ഖബല ഉസൂൽ സുഹബ വ ഉസൂൽ ഖുർബ, നബിന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല, നബിന്റെ സഹാബത്ത് ആയിട്ടുമില്ല, അതിന് മുമ്പ് തന്നെ പാടിങ്ങനെ വരികയാണ്. എന്ത്? എന്ന് പറഞ്ഞു. ഞങ്ങള് നാളെ
മുഹമ്മദിനെ കാണും, മുഹമ്മദ് നബിന്റെ സ്വഹാബത്തിനെയും കാണുന്നവർ പാടിയിട്ടാണ് വരുന്നത്. ഇങ്ങനെ പാടി പറഞ്ഞുകൊണ്ട് വരുമ്പോ തന്നെ ആ നബിയുടെ ഇഷ്ടമുണ്ട് അവർക്ക്, നബിയുടെ പ്രേമുണ്ടവർക്ക്, നീ അറിയിക്കുന്നില്ലേ? ഇങ്ങനെ നബി തങ്ങളെ പ്രേമിച്ചുകൊണ്ടേയിരിക്കണം എപ്പോഴും. അതും അങ്ങനെ കൂടുതൽ കൂടുതൽ കാണാനുള്ള ആഗ്രഹത്തിലേക്കുള്ള തെളിവാണ്. ഒമനലാമാതിഹി, മുത്തൻ നബി തങ്ങളെ കാണണം. മുഹിബായ ഒരാള് മെഹബൂബിനെ കാണുക എന്നതിലേക്ക് വലിയ കൊതിയുണ്ട് എന്നല്ലേ? അങ്ങനെ കൊതിയുണ്ട്, ആഗ്രഹം വേണം എന്ന ലക്ഷ്യത്തിൽ പെട്ടതാണ് ദിക്രിഹി, ആ മെഹബൂബിനെ പറയൽ അധികരിക്കലോടുകൂടെ തഅ്ലീമുഹു വതൗഖീറുഹു ഇൻദ ദിക്രിഹി, നബിയെ പറയുമ്പോ അതിന് ആദരവും വേണം, ബഹുമാനവും വേണം. അത് കയ്യിൽപ്പെട്ട തന്നെയാണ്. വഇൽഗാറുൽ ഖുളൂഅ്, അങ്ങനെ വിനയം പ്രകടിപ്പിക്കണം. വൽഇൻകിസാറുമായ സമാഇസ്മിഹി, നബിന്റെ പേര് കേൾക്കുമ്പോ കേൾക്കലോടുകൂടെ ഹൃദയം ഇങ്ങനെ വിങ്ങിപ്പൊട്ടുകയും വേണം. അതൊക്കെ തന്നെ തെളിവ്. ദജീസി എന്ന് പറയുന്ന മഹാൻ പറയാണ്, കാന അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ വഫാത്തിഹി, നബിതങ്ങളുടെ സ്വഹാബത്ത് നബിതങ്ങൾ വഫാത്തായ ശേഷം ലാ യദ്കുറൂനഹു, നബിനെ പറ്റി അവർ പറയാറില്ല, ഇല്ലാ ഖശഉ, അവരിങ്ങനെ ഭക്തി കാണിച്ചിട്ടല്ലാതെ, വഖശഅറത് ജുലൂദും, അവർക്കുള്ള തൊലികൾ വിറകൊണ്ടിട്ടല്ലാതെ. അപ്പൊ തൊലികളാകെ കോരിത്തരിച്ച് വിറ കൊണ്ടിട്ട് ഭക്തന്മാരായിക്കൊണ്ടാണ് നബിനെ പറയാറ്. മാത്രമല്ല അങ്ങനെ അവർ കരയും ചെയ്യുന്നു. നബി വഫാത്തായതിനു ശേഷം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ നിലപാട് ഗസീറുമിന താബിഈന, താബിഈ കൂട്ടത്തിൽ അധിക പേർക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അവർ ചെയ്ത നബിയുള്ള പ്രേമമാണ്, നബിനെ കാണുന്നതിൽ ആഗ്രഹമാണ്, ബഹുമാനമാണ്, ആദരവാണ്. ഇങ്ങനെ നബിനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓമിൻഹ, ആ അടയാളത്തിൽ പെട്ടതാണ് പ്രിയത്തിന്റെ എന്ത്? മഹബ്ബത്തുഹു, അവരെന്താ നബിനെ സ്നേഹിക്കണം. എങ്ങനെ? ലിമൻ അഹബ്ബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ആരൊക്കെ ഇഷ്ടം വെച്ചോ അവരെയൊക്കെ ഇഷ്ടം വെക്കണം. അത് നബിനുള്ള പ്രേമത്തിൽ പെട്ടതാണ്. വമൻ ഹുവ ബിനസബിഹി, അതുപോലെ നബിന്റെ തറവാടിത്ത ബന്ധമായി വരുന്നവർ ആരൊക്കെയുണ്ടോ കുടുംബക്കാർ, അവരൊക്കെ നബിനെ ചേർത്തി ആരൊക്കെ പറയാൻ പറ്റുമോ അവരൊക്കെ ഇഷ്ടപ്പെടും. അതാരാണ്? മിന്നാലി ബൈത്തിഹി, നബിന്റെ കുടുംബങ്ങള്, സഹാബത്തി, നബിന്റെ സ്വഹാബാക്കള്, മുഹാജിർ വൽ അൻസാരി, അൻസാരിക്കാരും അതുപോലെ തന്നെ മുഹാജിറുകളും, ഇവരൊക്കെ ഇഷ്ടം വെക്കണം. എന്നെങ്കിലേ നബിനോട് ഇഷ്ടമുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഇവരൊക്കെ നബി ഇഷ്ടം വെച്ചവരും സ്നേഹിച്ചവരുമാണ്. അതുപോലെ തന്നെ ഈ നബിനോടും സഹാബത്തിനോടും ആരൊക്കെ ശത്രുത വെച്ചോ അവരോട് ശത്രുവായിരിക്കണം. നബിയെയും സഹാബത്തിനെയും ആരൊക്കെ ചീത്ത പറയുന്നുണ്ടോ, കോപിക്കുന്നുണ്ടോ, അവരോട് നമുക്ക് കോപം വേണം. ഇതും ബഹുമാനത്തിന്റെയും ഇഷ്ടത്തിന്റെയും അടയാളമാണ്. അൽ ഹസൻ ബിൻ അലിൻ വഅബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് വബിൻ ജഅഫർ റളിയല്ലാഹു തആല അൻഹും, അതോ നബിനുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് ഈ പറയുന്നത്. ഇവർക്കൊക്കെ അതോ സൽമാ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത്, അൻഹയുടെ അടുത്തേക്ക് അവർ വന്നു. ഖാദിമത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സേവകരിയാണ്, നബി തങ്ങളുടെ ഖാദിമത്തായിരുന്നു, സേവനം ചെയ്യുന്നവരായിരുന്നു. അവിടെ അടുത്തേക്ക് അവർ വന്നു 3 പേരും. വസഅലൂഹ, എന്നിട്ട് മഹദിയോട് അവർ ചോദിക്കുന്നു, അൻതസ്നഅലഹും തുആമൻ മിമ്മാ കാന യുഅജിബു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്ക് അത്ഭുതകരമായി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം എന്തായിരുന്നോ ആ ഭക്ഷണം ഞങ്ങൾക്കും ഉണ്ടാക്കി തരണമെന്നാണ് അവർ സൽമയോട് ആവശ്യപ്പെടുന്നത്. ഫഖാമത്ത് വഅഖദതു ശൈഅൻ മിന അശ്ശഈരി വതഅലതുഹു ثم جعلته بقدر وصبت عليه شيئا من زيت ودقت الفلفل والتوابل. അങ്ങനെയതാ മഹദി എണീറ്റു, എന്നിട്ട് ഗോതമ്പെടുത്തു പൊടിക്കുന്നു, പിന്നെ അത് ചട്ടിയിലാക്കുന്നു. അതിന്റെ മീതെ ജയ്ത്തെണ്ണയും കുരുമുളകിന്റെ പൊടിയും തവാമ്പുൽ എന്ന് പറഞ്ഞ കറാബുവ തോന്നുന്നുണ്ട്, അതും പക്കപ്പാടെ പൊടിച്ച് റെഡിയാക്കി മിക്സാക്കി കൊടുത്തു. എന്നിട്ട് വക്കാലത്ത് മഹദി പറയുന്നു, ഹാദാ മിമ്മാ കാന യുഅജിബുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഹിസിൻ അക്ല, നബിതങ്ങൾ നല്ല ഭക്ഷണമായി കണ്ടതും നബിതങ്ങളെ മഹാത്ഭുതപ്പെടുത്തിയ ഭക്ഷണം ഇതായിരുന്നു എന്ന് സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെ നബിതങ്ങൾ കഴിച്ചിരുന്ന ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണോ അത് സഹാബത്ത് ഇഷ്ടപ്പെടുകയാണ്. അതൊക്കെ നബിയുള്ള സ്നേഹത്തിൽപ്പെട്ടതാണ്.
വകാന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ മുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം മുത്തബി സുന്നയായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളായിരുന്നു യൽബസുന്നി ആല സിബിത്തിയാകുന്ന ഒരു ചെരുപ്പ് ധരിച്ചവരാണ്. സിബിത്തിയ ചെരുപ്പ് എന്ന് പറഞ്ഞാല് എലന്തമരം എന്ന് പറയുന്ന കറവ്, അതുകൊണ്ട് തോലിൽ ഒരു ഊറക്കിടപ്പെട്ട ഒരു പശുവിന്റെ തോലായിരുന്നു ആ ചെരുപ്പ്. ആ ചെരുപ്പ് ഇബ്നു ഉമർ തങ്ങൾ ഇടുമായിരുന്നു. സുബ്രത്തി മഞ്ഞ കൊണ്ട് മഞ്ഞ കളറിടുമായിരുന്നു, മൈലാഞ്ചി കൊണ്ട് ചോപ്പിക്കുമായിരുന്നു എന്നാണ്. എന്റെ കാരണം ഇങ്ങനെ ചെയ്യാൻ ഈ ചെരുപ്പും ചോപ്പിക്കലൊക്കെ ഇത് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്അലുദാലിക, ഇങ്ങനെ നബി തങ്ങൾ ചെയ്യുന്നത് ഇബ്നു ഉമർ തങ്ങൾ കണ്ടു. അപ്പൊ നബിയുള്ള ഇഷ്ടം കൊണ്ട് അത് തന്നെ ചെയ്തു. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഈ ഹദീസ്. വമിൻ അലാമാതി മഹബ്ബതി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് സ്നേഹമുണ്ട് എന്നതിന്റെ അടയാളത്തിൽ പെട്ടതാണ് എന്ത്? റസൂലഹു, നബിനോടും അള്ളാഹുവിനോടും ആര് ദേഷ്യം വെച്ചോ ആ ദേഷ്യം വെച്ച ആളോട് ദേഷ്യം വെക്കലും. നബി തങ്ങളോടും അള്ളാഹുവിനും ആര് മത്സരിച്ചോ അവനോട് മത്സരിക്കലും ശത്രുത പുലർത്തലും മഹബ്ബത്തിൽ പെട്ടതാണ്. നബിന്റെ സുന്നത്തിനെ എതിർത്തവരാരോ അവർ ദൂരീകരിക്കുക. നബിന്റെ മതത്തിൽ നബി കൊണ്ടുവന്ന മതത്തിൽ ഇല്ലാത്തവൻ ഉണ്ടാക്കിയവരാരോ അവരോട് ഒഴിവാവുക. നബി തങ്ങൾ കൊണ്ടുവന്ന വാക്ക്, പ്രവൃത്തി, അവസ്ഥകൾ ഇതെല്ലാം എന്താണ് ഭാരമായി കണ്ടവരുണ്ടെങ്കിൽ അവരെയും ഒഴിവാക്കണം. യുഖാലിബു ശരീഅത്തഹു, മുത്തുനബി തങ്ങൾ കൊണ്ടുവന്ന ശരീഅത്തിനോട് വിരുദ്ധമായി കൊണ്ടുവന്നവരാരുണ്ടെങ്കിലും അത് ഭാരമായി കാണുന്നുണ്ടെങ്കിൽ അവരൊഴിവാക്കേണ്ടതുണ്ട്. അത് നബിയോടുള്ള സ്നേഹമാണ്. നോക്കൂ, അല്ലാഹു തആല പറഞ്ഞല്ലോ, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഹും വഅബ്നാഹും വഇഖ്വാനഹും വഅശീറതഹും വഹഉലാഇ അസ്ഹാബുഹു ഖദ് ഖതലൂ അഹിബ്ബാഹും വഖാതലൂ ആബാഹും വഅബ്നാഹും മർളാത്തി. ഒന്ന് കാണാം എന്താ പറഞ്ഞതിന്റെ അർത്ഥം നോക്കാം. ലാ തജിദ് ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യനാൾ കൊണ്ടും അല്ലാഹനെ കൊണ്ടും വിശ്വസിച്ചതായിരിക്കുന്ന ജനതയെ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്ന നബിയെ. യുവാദ്ദൂന മൻ ഹാദല്ലാഹ വറസൂലഹു, അല്ലാഹുവിനോടും റസൂലിനോടും ആര് മത്സരിക്കുന്നുവോ അങ്ങനെ മത്സരിക്കുന്ന ആളോട് പ്രിയം വെക്കുന്നവരായിട്ട് എത്തിക്കാൻ കഴിയൂല. ആ മത്സര ശത്രുക്കൾ പിതാക്കന്മാരാവട്ടെ, മക്കളാവട്ടെ, സഹോദരന്മാരാവട്ടെ, കുടുംബക്കാരാവട്ടെ, നബിനോടും അള്ളാഹോടും മത്സരിച്ചാൽ ആ മത്സര ആൾക്കാരെ ഒഴിവാക്കേണ്ടതുണ്ട്. ഈ കൂട്ടക്കാർ എന്ന് പറഞ്ഞാൽ അന്ത്യനാൾ കൊണ്ടും അള്ളാഹിനെ കൊണ്ടും യഥാർത്ഥമായി വിശ്വസിച്ച ആളുകള് അത് നബി തങ്ങളുടെ അണികളാണ്. അതിലും വസിദഖ, സത്യത്താൻ നീതിമാന്മാരായാലും അത് ഖതലു അഹിബ്ബാഹും വഖാതലു ആബാഹും, അവരുടെ ഇഷ്ടക്കാർ അവർ കൊന്നു കളഞ്ഞിട്ടുണ്ട്, അവരുടെ പിതാക്കന്മാർ അവർ വധിച്ചു കളഞ്ഞിട്ടുണ്ട്, മക്കളെയും വധിച്ചു കളഞ്ഞിട്ടുണ്ട്. എന്തിന്? ഫീ മർളാത്തി, അല്ലാഹു തആലാന്റെ ഇഷ്ടത്തിലായി, ഫീ സബീലി വല്ലാഹി വറസൂലി, അള്ളാഹുവിന്റെയും റസൂലിന്റെയും പൊരുത്തത്തിലായി കൊണ്ട് വധിച്ചു കളഞ്ഞു. എന്തുകൊണ്ട്? അള്ളാഹുവിനോടും റസൂലിനോടും അവർ വെറുത്തതാണ്. നോക്കൂ, പിതാക്കന്മാരെ കൊന്നവരുണ്ട്, മക്കളെ കൊന്നവരുണ്ട്, ജേഷ്ഠാനുജന്മാരെ കൊന്നവരുണ്ട്. ഖത്തല അബൂ ഉബൈദ, ബഹുമാനപ്പെട്ട അബൂ ഉബൈദ തങ്ങൾ തന്റെ പിതാവിനെ രണാങ്കണത്തിൽ വെച്ച് കൊന്നുകളഞ്ഞു. എന്തുകൊണ്ട്? അള്ളാഹും റസൂലിനും എതിർത്തുപോയി. അവിടെ വാപ്പയാണ് നോക്കിയില്ല, അള്ളാഹിനെക്കായും റസൂലിനെക്കായും വലുതല്ല വാപ്പ എന്ന് തീരുമാനിച്ചു. അബൂബക്കർ, ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു വിളിച്ചു. ഇബ്നു സുബൈർ, തന്റെ മകനെ വിളിച്ചു. എവിടെ കയറി? ബറാസ് യോമ ബദർ, ബദർ ദിനത്തിൽ വെല്ലുവിളിച്ചു. വെളിപ്പെട്ടു വാടോ, നിനക്ക് അള്ളാഹുവിനോടും റസൂലിനോടും വെറുപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം, എന്നെ വെട്ടിക്കളയുമെന്ന് തന്റെ മകനെ വിളിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് അമറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി തങ്ങൾ പറഞ്ഞു, അബൂബക്കറെ വേണ്ട, ഇരിക്കൂ, അവൻ മുസ്ലിമാകും, അത് നബിക്കറിയാം, ഇപ്പൊ ഒന്നും ചെയ്യേണ്ട, അവിടെ ഇരിക്കുന്നു പറഞ്ഞു. എന്നിരുന്നാലും ബദർ ദിനത്തിൽ നബിനോട് എതിർത്ത ശത്രുവായതുകൊണ്ട് വെല്ലുവിളിച്ചു വാപ്പയാണ്. തങ്ങളെന്തായി? അഖാഹു, തന്റെ സഹോദരനെ കൊന്നുകളഞ്ഞു. എവിടെ? ഉഹദ് രണാങ്കളത്തില്. കൊന്നു ഖാലഹു, തന്റെ അമ്മാവനായിരിക്കുന്ന ആസിബ് ബിൻ ഹിസാം എന്നവരെ.
അതും ബദറിലാണ്. ഇതൊക്കെ ചെയ്തതെന്തുകൊണ്ട്? അള്ളാഹിനോടും റസൂലിനോടും ഇവർക്കെല്ലാവർക്കും വെറുപ്പായിരുന്നു, അവർ ശത്രുക്കളായിരുന്നു. അപ്പൊ വിട്ടില്ല. അള്ളാഹിന്റെയും റസൂലിന്റെ മാർഗത്തിൽ ചരിച്ചിവർ. വാപ്പ പ്രശ്നമല്ല, മക്കൾ പ്രശ്നമല്ല, കുടുംബം പ്രശ്നമേ അല്ല, ആരൊന്നും പ്രശ്നമാക്കാതെ ഇവർ സ്നേഹിച്ചു. അതാണ് സ്നേഹം. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. ആര്? അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ, മുനാഫിക്കിന്റെ മകനായ അബ്ദുല്ലാ തങ്ങൾ പറയുകയാണ്, വകാന അബൂഹു അലമൻ നിഫാഖ് വറഅസൽ കുഫർ വറഈസ ശഖാഖ്. വെറുപ്പിന്റെ നേതാവാണ്, കുഫറിന്റെ ഹെഡാണ്, നിഫാഖിന്റെ അടയാളമായിരുന്നു അദ്ദേഹം, പിതാവ്. വഹുവ മിൻ അകാബിരി അഹ്ലിൽ വിഫാഖ്. അങ്ങനെ വലിയ വലിയ പ്രമുഖന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു അവൻ. അങ്ങനെ ഇരിക്കെ പിതാവിനെ കൊല്ലുവാൻ വേണ്ടി അതാ മകനായ അബ്ദുള്ള നബിയോട് പറഞ്ഞു, എന്ത്? ലൗ ശിഅത ഔ ലൗ അറത വഅമർത ബിഖത്ലി നബിയേ, എന്റെ പിതാവായിരിക്കുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ റസൂലിനെ കൊന്നു കളയാൻ നിങ്ങൾ എന്നോട് ആജ്ഞാപിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ, ലഅതൈതുക ബിറഅസിഹി, എന്റെ പിതാവിന്റെ തലയെടുത്ത് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും നബിയേ എന്ന് പറഞ്ഞു. ഇത് പറയാൻ എന്താ കാരണം? നബിനുള്ള പ്രേമം, നബിനുള്ള സ്നേഹം. അതുകൊണ്ട് അവർ പറഞ്ഞതാണ്. ഇതൊക്കെ മനസ്സിലാക്കണം നമ്മൾ. ഇതെവിടെ ഉണ്ട്? ബുഖാരിയിലുണ്ട്. ഈ നോക്കൂ, അലാമാത്തി മഹബ്ബത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളോട് സ്നേഹമുണ്ട് എന്ന് അറിയിക്കുന്നതിന്റെ അടയാളം എന്താ? അയ്യുഹിബ്ബൽ ഖുർആൻ, വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ പാരായണം ചെയ്യണം, ഖുർആൻ ഇഷ്ടപ്പെടണം. എങ്ങനത്തെ ഖുർആൻ? അല്ലദീ അതാ ബിഹി അലൈഹി സ്വലാത്തു വസ്സലാം, മുത്തുനബി തങ്ങൾ ഖുർആനെ കൊണ്ടുവന്നിട്ടുണ്ട്. വഹദാ ബിഹി, അത് കാരണമായി സൃഷ്ടികൾ ഹിദായത്തിലേക്ക് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വഹിതദാ, സ്വയം ഹിദായത്താവുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനമായിരിക്കുന്ന നല്ല ബഹുമാനമായ ആദരവുള്ള സ്വഭാവം കൊണ്ട് സ്വഭാവം സിദ്ധിച്ചു. വതഖല്ലഖ ബിഹി, നബി തങ്ങൾ ഖുർആൻ അനുസരിച്ചുള്ള സ്വഭാവമുള്ളവരാണ്. ആ ഖുർആനെ നമ്മൾ ഇഷ്ടപ്പെടണം. എത്രത്തോളം? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞില്ലേ, ഫീ തഫ്സീർ ഖൗലിഹി തആല വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, മുത്തുനബിയെ അങ്ങ് വലിയ സ്വഭാവത്തിന്റെ ഉടമയാണ്, അതിന്റെ മേലിലാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, കാന ഖുൽഖുൽ ഖുർആന, മുത്തുനബി തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു. ഖുർആൻ എന്ത് പറഞ്ഞു? അതന്നെ നബിന്റെ സ്വഭാവം. അപ്പൊ ഖുർആൻ നമ്മൾ ഇഷ്ടപ്പെടൽ, നബിനെ ഇഷ്ടപ്പെടലായി. വഹബ്ബുൽ ഖുർആനി, ഖുർആൻ ഇഷ്ടം വെക്ക എന്ന് പറഞ്ഞാൽ ഖുർആൻ ഉണ്ടെന്ന് പറയലല്ല, ഖുർആനോട് ഇഷ്ടമുണ്ടെന്ന് പറയലല്ല. പിന്നെ തിലാവത്തു, ഖുർആൻ കൊണ്ട് ഖുർആൻ വായിക്കണം. വൽ അമൽ ബിഹി, അതുകൊണ്ട് അമൽ ചെയ്യലാണ്. വതവഹമു, ഖുർആനിൽ പറഞ്ഞ കഥകൾ മനസ്സിലാക്കലാണ്. അതിന്റെ ആയത്തിന്റെ ആശയം തിരിയലാണ്. വയുഹിബ്ബു സുന്നത്തഹു, നബിന്റെ ചര്യ ഇഷ്ടപ്പെടലാണ്. വയഖിഫു ഇൻദ ഹുദൂദിഹാ, നബിന്റെ സുന്നത്തുകൾ പറഞ്ഞ ഹറാം ഹലാൽ എല്ലാം പറഞ്ഞ കാര്യങ്ങളുണ്ട്, വിധികൾ, ആ പറഞ്ഞ അവിടെ നിൽക്കലാണ്. അതാണ് നബിനുള്ള സ്നേഹം വേണ്ടത്. സഹീൽ ബിൻ അബിദില്ല തങ്ങൾ പറയുന്നു, എന്ത്? അലാമത്തു ഹുബ്ബില്ലാഹി, അല്ലാഹു തആലയോട് ഇഷ്ടമുണ്ട് എന്നതിന്റെ അടയാളം ചോദിച്ചാൽ ഹുബ്ബുൽ ഖുർആനി, ഖുർആൻ ഇഷ്ടം വെക്കലാണ്. വഅലാമത്തു ഹുബ്ബുൽ ഖുർആൻ, ഖുർആൻ ഇഷ്ടമുണ്ടെന്ന് വന്നാൽ എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അടയാളം ഹുബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ ഇഷ്ടം വെക്കലാണ്. വഅലാമത്തു ഹുബ്ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ ഇഷ്ടം വെച്ചിട്ടുണ്ടെന്നതിന്റെ അടയാളം എന്താ? ഹുബ്ബു സുന്നത്തി, സുന്നത്തിനെ അടയാളം വെക്കലാണ്. വഅലാമത്തു ഹുബ്ബി സുന്നത്തി, സുന്നത്തിന് ഇഷ്ടമുണ്ടെന്നതിന്റെ അടയാളം എന്താ? ഹുബ്ബുൽ ആഖിറത്തി, ആഖിറത്തിനെ ഇഷ്ടപ്പെടലാണ്. വഅലാമത്തു ഹുബ്ബുൽ ആഖിറത്തി, ആഖിറത്തിനെ ഇഷ്ടമുണ്ടെന്നതിലേക്ക് അടയാളം എന്താണ്? ബുഅദുദ് ദുനിയാ, ദുനിയാവുള്ള ദേഷ്യമാണ്. വഅലാമത്തു ബുഅദുദ് ദുനിയാ, ദുനിയാവിനോട് ദേഷ്യമുണ്ട് എന്നതിന്റെ അടയാളം എന്താണ്? അല്ലാ യദ്ഖറ മിൻഹാ ഇല്ലാ സാദൻ വബുലഗതൻ ഇലൽ ആഖിറതി, ദുനിയാവിൽ നിന്ന് മതിയാകുന്ന, ജീവിതത്തിന് മതിയാകുന്ന ഭക്ഷണം, അതിന് പറ്റുന്നതായിരിക്കുന്ന രീതിയിലുള്ള വിഭവങ്ങൾ സ്വരൂപിച്ച് ആഖിറത്തിലേക്കുള്ള സൂക്ഷിപ്പായി നിൽക്കണം. ഇങ്ങനെ ദുനിയാവിനെ വെറുത്ത് ആഖിറത്തെ ഇഷ്ടപ്പെടണം. ആഖിറത്തെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായി? നബിന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടലായി. നബിന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടുമ്പോൾ നബിനുള്ള പ്രേമമായി. നബിനുള്ള പ്രേമമാകുമ്പോൾ ഖുർആനെ ഇഷ്ടപ്പെടലായി. ഖുർആനെ ഇഷ്ടപ്പെടുമ്പോൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടലായി. ഇതാണ് അതിന്റെ അടയാളം.
ഈ രീതിയിലായിരിക്കണം എന്ത് ഇഷ്ടം. ഇതാണ് ഇഷ്ടം എന്ന് പറയുന്ന അർത്ഥം. وقال ابن مسعود رضي الله تعالى عنه മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു എന്ത് ലാ യസ്അലു അഹദുൻ അൻ നഫ്സി ലാ യസ്അലു അഹദുൻ അൻ നഫ്സിഹി. നാളെ പാരത്രിക ലോകത്ത് ചെല്ലുമ്പോൾ ഒരാളോടും തന്റെ ശരീരം കുറിച്ച് ചോദിക്കൂല. അതിന്റെ നല്ല അവസ്ഥ എന്ത്? വടക്കായ അവസ്ഥ ശരീരത്തെ കുറിച്ച് ചോദ്യമേ ഇല്ല. പിന്നെ ചോദിക്കപ്പെടുന്നത് ഖുർആൻ, വിശുദ്ധ ഖുർആൻ മാത്രമാണ്. എന്താ ഖുർആൻ ചോദിക്കാൻ കാരണം? ഫഇന്നഹു മീസാനുൽ ഇൻസാനി ലിൽ അദ്ലി വൽ ഇഹ്സാൻ. മനുഷ്യന്റെ നന്മതിന്മകളെ യഥാർത്ഥത്തിൽ തൂക്കിക്കണക്കാക്കാൻ പറ്റുന്ന തുലാസ്, നീതിയുടെ തുലാസ് ഖുർആനാണ്. ഈസാനും ഖുർആനാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നവനാണെങ്കിൽ അവൻ അല്ലാഹുവിനും റസൂലിനും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയാണ്. അവൻ അലാമാത്തി മഹബ്ബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മുത്തുനബി തങ്ങളോട് സ്നേഹമുണ്ട് എന്നതിന്റെ അടയാളത്തിൽ പെട്ടതാണ് എന്ത്? സഫഖതുഹു. നബിനോട് കരുണ കാണിക്കണം. നബിനോടില്ല, നബിനോട് എന്താണ്? അവൻ പേടിക്കണം, അവൻ കരുണ കാണിക്കണം. ആരുടെ മേൽ? അലാ ഉമ്മത്തി, നബിന്റെ സമുദായത്തിന്റെ മേലിൽ. അപ്പൊ നബിന്റെ സമുദായത്തോട് കരുണ വേണം, ഭയം വേണം. അവർക്ക് ഒരു സുഖലവും അവർക്ക് വേണ്ട സതുപദേശം ചെയ്യണം. അതുപോലെ തന്നെ വസാലിഹിം, ദീനും ദുന്യവിമാരിക്കുന്ന പ്രയാസമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നിറവേറ്റി നന്നാക്കി കൊടുക്കുന്നതിൽ അധ്വാനിക്കണം. വറഖുൽ മവാരി അൻഹും, അവർക്ക് വരുന്ന എന്തെല്ലാം പ്രയാസമുണ്ടോ അതെല്ലാം ഉയർത്തി കളയണം. അതൊക്കെ നബിയുള്ള പ്രേമമാണ്. കമാ കാന അലൈഹിസ്സലാത്തു വസ്സലാമിൽ മുഅ്മിന റഊഫുർ റഹീമാ. സത്യവിശ്വാസികളായ ആളുകളോട് നബി തങ്ങൾ കരുണയുള്ളവരായിരുന്നു, അരിവുള്ളവരായിരുന്നു. ആ നിലക്കായിരിക്കണം. നോക്കൂ, വാറടയാളം മുത്തുനബിനോട് വളരെ പ്രേമമുണ്ട്, പരിപൂർണ പ്രേമമുണ്ട്, പരിപൂർണമായി നബിനോട് തുടർന്നു എന്നതിന്റെ അടയാളം എന്താണെന്നറിയാമോ? അതിന്റെ അടയാളം മറ്റൊന്നുമല്ല, മുത്തുനബി തങ്ങളോട് പ്രേമമുണ്ടെങ്കിൽ ദുന്യാവ് വെടിയണം, ദാരിദ്ര്യം ഏറ്റെടുക്കണം, അതുകൊണ്ട് അണിയണം. അതാണ് വേണ്ടത്. സാധുവാകുമ്പോഴേക്കും കരയുകയല്ല, പ്രയാസപ്പെടുകയല്ല, കൽബ് ശുദ്ധമാവണം. വഖദ് ഖാല അലൈഹിസ്സലാത്തു വസ്സലാം ലിഅബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു. മഹാനായ അബീ സഈദ് തങ്ങളോട് നബി തങ്ങൾ പറയുന്നു എന്ത്? ഇന്നൽ ഫഖറ ഇലയ്യ ഇന്നൽ ഫഖറ ഇലാ മൻ യുഹിബ്ബുനി മിൻകും. നിങ്ങളെ കൂട്ടത്തിൽ ആരാണോ എന്നെ ഇഷ്ടം വെക്കുന്നതെങ്കിൽ ആ ഇഷ്ടം വെക്കുന്ന ആളിലേക്ക് ദാരിദ്ര്യം ആസിറവ് വേഗം ഓടിവരും. മിനശൈലി മിൻ അഇലൽ വാദി അവിൽ ജബലിൽ അസ്ഫലിഹി, പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് അടിത്തട്ടിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നതിനേക്കാൾ വേഗതയിൽ. അല്ലെങ്കിൽ ഒരു ചെരുവിന്റെ മേൽ മുകൾ ഭാഗത്തുനിന്ന് വെള്ളം എങ്ങനെ ഒലിച്ചെത്തുന്നോ അതിനേക്കാൾ അതിവേഗത്തിൽ നബിനെ സ്നേഹിക്കുന്ന ആളിലേക്ക് ദാരിദ്ര്യം വരും. കാരണം എന്താ? നബി തങ്ങൾ തെരഞ്ഞെടുത്ത് ദാരിദ്ര്യമാണ്. ഹദീസിൽ കാണാം, കാല റജുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്നി ഉഹിബ്ബുക, നിശ്ചയം നിങ്ങളെ ഞാൻ ഇഷ്ടം വെക്കുന്നു നബിയേ. ഫഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഒന്നുർ മാ തഖൂലു, നീ പറഞ്ഞ വാക്കൊന്ന് ആലോചിക്കണം, ആലോചിച്ചിട്ട് പറയണം, എന്നിട്ട് പറഞ്ഞാൽ മതിയെന്ന്. ആലോചിച്ചുകൊണ്ട് ആ മഹാൻ പറയുന്നു, ഖാല, അദ്ദേഹം പറയുന്നു, ഇന്നി വല്ലാഹി ല യുഹിബ്ബുക സലാസ മർറാത്തിൻ, 3 തവണ ഇന്നി വല്ലാഹി ല യുഹിബ്ബുക സലാസ മർറ എന്ന് പറഞ്ഞു. 3 വട്ടം പറഞ്ഞു. ഇത് 3 വട്ടം പറയുമ്പോൾ ഖാല, നബി തങ്ങൾ പറയുന്നു എന്തെന്നറിയാമോ? ഇൻ കുൻത തുഹിബ്ബുനി, നീ എന്നെ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഫഅഇദ്ദലിൽ ഫഖരി തിജ്ഫാഫ, എന്നാ നീ ദാരിദ്ര്യത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായിക്കോ. എന്നെ സ്നേഹിച്ചവർ സമ്പന്നന്മാരല്ല, പാവങ്ങളാണ്. പാവത്തരമാണ് എനിക്കുള്ളത്, ദാരിദ്ര്യം വരും, ഉറച്ചോ. അപ്പൊ അതും തെരഞ്ഞെടുത്തു. എന്തുകൊണ്ട്? നബിനെ ഇഷ്ടം വെച്ചത് കൊണ്ട്. അങ്ങനെ ഇഷ്ടം വെക്കുമ്പോൾ ഇതൊക്കെ അതിൽ വരുന്നതാണ്. അങ്ങനെ നബിയുള്ള യഥാർത്ഥ ഇഷ്ടമാവുകയുള്ളൂ. അള്ളാഹു അങ്ങനെ യഥാർത്ഥ ഇഷ്ടക്കാരൻ കൂട്ടത്തിൽ നിന്ന് ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പൊ ഞാൻ ഉദ്ധരിച്ച ഉദ്ധരണി ഇബ്തിദാഉൽ വുസൂൽ 12:13 കാണാം. ഇൽം, നീ അറിയണം, അന്ന ഖിറാഅത്ത മൗലിദി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളുടെ മൗലിദ് ഓതലിൽ
വൈകാലത്ത് മുഅ്ജിസത്തൻ ബഅദൽ ഖർനി സലാസ 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പുതുതായി രചിക്കപ്പെട്ടതാണ്, ഉണ്ടാക്കപ്പെട്ടതാണ് ഈ ആചാരം. എന്നിരുന്നാലും ലാകിന്നഹ സാബിതത്തും ബിൽ കിതാബി വ സുന്നത്തി, ഇതിന് തെളിവുണ്ട്, കിതാബുപരമായിട്ടും തെളിവുണ്ട്, ഹദീസ് പരമായിട്ടും തെളിവുണ്ട്, സ്ഥിരപ്പെട്ടതാണ്. ഓ ഫീഹ ഫളായിലു, ഈ പറയുന്ന മൗലിദ് ഓതുന്നതിൽ ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്. ലാ തുഹ്സാദ്, അത്തരം ക്ലിപ്തപ്പെടുത്തി പറയാൻ പറ്റുകയില്ല. ഫഖദ് കാലത്തിൽ ഉലമാഉൽ ആമിലൂന അൽ മുഹിബ്ബൂന ലില്ലാഹി വ റസൂലിഹി, ഹബീബ നബിയെയും അള്ളാഹുവിനും ഇഷ്ടം വെക്കുന്ന, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത ഇൽമനുസരിച്ച് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ യഖ്റഊനഹു, ഈ പറയുന്ന മൗലിദ് അവർ ഓതാറുണ്ട്. വയൂസൂന ബിഹി, ഇത് ഓതണമെന്ന് ജനങ്ങളോട് വസിയത്ത് ചെയ്യാറുമുണ്ട്. വലം യുൻകിറുഹു, ഇതിനെ ആരും നിഷേധിച്ചിട്ടില്ല, ഈ ആചാരം തെറ്റെന്നാരും പറഞ്ഞിട്ടില്ല. ആരെ പിന്നെ പറഞ്ഞു? ഇല്ലാമൻ ഹരിമ തൗഫീഖ്, ഒരു ചങ്ങാതി അവന് നല്ല വഴിക്കുള്ള തൗഫീഖ് അള്ളാഹുവിന് കൊടുത്തിട്ടില്ല, കിട്ടാത്ത ആളുകളാണ്. ഓരാണ് തെറ്റാന്ന് പറയുന്നത്. അങ്ങനെ തൗഫീഖ് ഇല്ലാത്ത ആള് പറയുന്നു അന്നഹ ബിദ്അത്തുൻ ഖബീഹത്തുൻ, ഈ മൗലിദ് എന്ന് പറയുന്ന ആചാരം മോദലും പഠിക്കലൊക്കെ മോശമായ ബിദ്അത്താണ് എന്നവൻ പറഞ്ഞത്. എന്നിട്ട് തെളിവാക്കിയിട്ട് അല്ലഖ ബിഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് ആ ഹദീസ് ബന്ധപ്പെട്ടുകൊണ്ടാണ് സംസാരം. എന്താ? ശർറുൽ ഉമൂരി മുഹ്ദസാത്തുഹാ വ കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വ കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് കാണാറുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ മോശമായ കാര്യം പുതുതായി ഉണ്ടായ കാര്യങ്ങളാണ്. എല്ലാ പുതിയതും ബിദ്അത്ത് തന്നെയാണ്. ബിദ്അത്ത് എന്താണ്? മുഹ്ദസത്താണ്. എല്ലാ ബിദ്അത്തും വഴികേടിലും പിഴവിലുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനം വെച്ച് ഈ ഹദീസ് ഓതിയിട്ട് പറയുന്ന റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്തൊരു ആചാരമാണ് ഈ മൗലിദ് ഓതൽ. അത് ഇസ്ലാമികമായി നിഷിദ്ധമാണ്, അനിഷേധ്യമാണ്, ശിർക്കാണ്, കുഫറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നു. ഇത് എന്താണെന്ന് ഇവർക്ക് അറിയുന്നുണ്ടോ? ഇല്ല. വലം എതിരി, ഈ പാപം അറിയണില്ല. അന്ന ഖിറാഅത്തുൽ മൗലിദി, മുത്തുനബി തങ്ങളുടെ മൗലിദ് വായിക്കല് അംറുൻ സാബിത്തും ബിൽ കിതാബി വസുന്നത്തി, വിശുദ്ധ ഖുർആൻ കൊണ്ടും സുന്നത്തും കൊണ്ടൊക്കെ സ്ഥിരപ്പെട്ട കാര്യമാണെന്ന് ഈ പാപത്താൻ അറിയുന്നില്ല. അല്ലെങ്കിൽ ശിർക്ക് കുഫ്ർ നടക്കണ പണിയുള്ളൂ, വേറൊന്നും അറിയില്ല. നമ്മൾ ഈ ഉദ്ധരിച്ച ഉദ്ധരണി ഇബ്തിഗാഉൽ വസൂലി 4-ാം പേജ് നോക്കിയാൽ കാണും. ഇനി നോക്കൂ, മഹാനായിരിക്കുന്ന സഖാവിമാൻ പറഞ്ഞു നോക്കാം. കാല സഖാവിയോ, സഖാവിമാൻ പറയുന്നു, ലം യഫ്അൽഹു അഹദുൻ മിനസ് സലഫി ഫിൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞു പോയ ഒരൊറ്റ ആളിൽ നിന്നും ഇങ്ങനൊരു പ്രവൃത്തി ഉണ്ടായിട്ടില്ല, ചെയ്തിട്ടുമില്ല. ഏത് മൗലിദ് വായിക്കാൻ പോകുന്നതിന് സമ്മേളനമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. വഇന്നമാ ഹദസ ബഅദു, 300 നൂറ്റാണ്ട് കഴിഞ്ഞ്, അത് 300 നൂറ്റാണ്ടല്ല, 3 നൂറ്റാണ്ട്, 3 നൂറ്റാണ്ടിന് ശേഷമാണ് ഇത് പുതുതായി ഉണ്ടായത് എന്നാണ്. എന്നിട്ടോ സുമ്മ ലാ സാല അഹ്ലുൽ ഇസ്ലാം, പിന്നെ ഇസ്ലാമിന്റെ അഖിലുകാരും മുഴുവനും അങ്ങനെ ആയിക്കൊണ്ടിരുന്നു. മിൻ സാഇൽ ഖത്താർ വൽ മുദനിൽ വൽ മദനിൽ കബീർ, വൻ നഗരങ്ങളിലും നാടുകളിലുമുള്ള എല്ലാ ഇസ്ലാമിസ്റ്റുകളും, ഇസ്ലാമിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുസ്ലിങ്ങൾ അല്ല, ബലവാണ് തീവ്രവാദിയല്ല, ഇസ്ലാമുകൾ ഉള്ളവരൊക്കെ യഅ്മലൂനൽ മൗലിദ, അവരൊക്കെ മൗലിദ് പ്രവർത്തിക്കാറുണ്ട്, കൊണ്ടാടാറുണ്ട്, ആഘോഷിക്കാറുണ്ട്. വയതസദ്ദഖൂന ഫി ലയാലിഹി, അന്നത്തെ മൗലിദിന്റെ രാത്രികളിൽ അവര് ധർമ്മം ചെയ്യും. ഈ അൻവായി സദഖാത്തി, പല ഇനങ്ങളെ കൊണ്ടും ധർമ്മം ചെയ്യാൻ, ഭക്ഷണമായിട്ടും വെള്ളമായിട്ടും പൈസയായിട്ടും അതൊക്കെ കൊടുക്കുമല്ലോ. മൗലിദിൽ കരീം, മുത്തുനബി തങ്ങളുടെ മൗലിദ് ഓതൽ കൊണ്ട് അവർ ശ്രദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ അലിഹിം മിൻ ബറകാതി കുല്ലു ഫളിൻ അമീൻ, അവരുടെ മേൽ നബി തങ്ങളുടെ ബർക്കത്തുനിന്ന് എല്ലാവർക്കും ഉൾപ്പെടുന്ന ശ്രേഷ്ഠതകൾ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് ഞാൻ പറഞ്ഞത് ഇബ്തിഗാഉൽ വസൂൽ 13 നിന്നാണ് ഈ പറയുന്നത്. അതിനൊരുപാട് നക്കല് കൊടുത്തിരുന്ന ആ നക്കല് ഉദ്ധരിച്ച ഒരാവശ്യം മാത്രമേ പറയുന്നുള്ളൂ. ഇനി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ കിതാബ് വാങ്ങാൻ നോക്കുക ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മുത്തുനബി തങ്ങളുടെ മൗലിദിനെ കുറിച്ച്. ഇനി നോക്കുക മൗലിദോട് കിട്ടിയ ബർക്കത്ത്. അപ്പൊ ഈ മൗലിദ് സറന്ദീബ്, സറന്ദീബിന്റെ മൗലിദിൽ കാണാം. കാലിൽ ബക്കിയുൽ കർക്കരിയോ മൂപ്പര് പറയാം, ലാത്തബഹുല്ലാഹുൽ ഖവി സാബർത്തു ഇലാ ജസീറത്ത് സറന്ദീബ്, സറന്ദീപിന്റെ ദ്വീപിലൂടെ ഞാനൊന്ന് സഞ്ചരിച്ചു. അഥവാ മഹബിത്തി ആദം അലൈഹിസ്സലാം, സ്വർഗത്തിൽ നിന്ന് ആദം നബി പോയി ഇറങ്ങിയ സ്ഥലമാണ് സറന്ദീബ്. അവിടെയുള്ള പ്രദേശങ്ങൾക്ക് തുറത്തു, ഞാനിങ്ങനെ സഞ്ചരിച്ചു. ബൈനബിലാദി, ആ നാടുകൾക്കിടയിലൂടെ അങ്ങനെ പോയി. ബാദൽ അയ്യാം, ചില ദിനങ്ങളിൽ എന്നൊന്നുമില്ല. പറായിത്തുകാമ സയ്യബത്തമ്പിൽ അംതാർ, അപ്പൊ ആ പ്രദേശം നോക്കുമ്പോൾ മഴ വല്ലാതെ വർഷിക്കുന്നുണ്ട്.
ബിൽ മസാരി വൽ അസ്മാർ, പഴങ്ങളെ കൊണ്ടും കൃഷികളെ കൊണ്ടും ആകെ പച്ച പരമതാരി വിരിച്ചതുപോലെ പച്ചപ്പുള്ള രാജ്യം. മുസബ്ബലത്തും ബിൽ അൻഹാരി, പുഴകൾ ഇങ്ങനെ ഒഴുകുന്നു. മുത്തയ്യബത്തും ബിൽ അസ്ഹാരി, പുഷ്പങ്ങളെ കൊണ്ടാകെ അഴകായിരിക്കുന്നു. അങ്ങനത്തെ ഒരു പ്രദേശം കണ്ടു. വഫീബഅദിഹ, അതിൽ ചിലതിൽ കാണാം മആദുൽ ജൗഹർ വഅജായിബുൽ അമാകിരി വൽ മശായിർ, അത്ഭുതങ്ങളായ പല പല സ്ഥലങ്ങള്, പല വഴികള്, അതുപോലെ ജൗഹറിന്റെ രത്നങ്ങള്, അപ്പോ രത്നങ്ങളുടെ ഖനികൾ, ഇതൊക്കെ അവിടെ ചില നാടുകളിലുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോ അജബ്തുമിന്ന, ഞാൻ അതിന് അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ വസഅൽതു അൻഹ, ഇതിനെ കുറിച്ച് ഞാൻ ചോദിച്ചു, അന്വേഷിച്ചു. ആ വക്കീൽ എനിക്ക് അന്വേഷണത്തിൽ കിട്ടിയ മറുപടി എന്താ അറിയോ? ഇന്നദാലിക ബിബറകത്തി ഇഹ്യാഇ റബീഉൽ അവ്വൽ, മുത്തുനബി തങ്ങൾ ജനിച്ചതായിരിക്കുന്ന പുണ്യ റബീഇനെ അയാത്താക്കുക എന്നൊരു പരിപാടി ഞങ്ങൾക്കുണ്ട്. അങ്ങനെ അയാത്താക്കുന്ന ബർക്കത്ത് കൊണ്ട് കിട്ടിയതാണ് ഇത് എന്നും ഇഖ്റാഇ മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-അഫ്ളൽ, മുത്തുനബി തങ്ങളുടെ മൗലിദ് വായിക്കൽ കൊണ്ടും വതസദ്ദുഖി അലിസ്മിഹി, മുത്തുനബി തങ്ങളുടെ നാമത്തിൽ ധർമ്മം ചെയ്യൽ കൊണ്ടും കിട്ടിയതാണ് ഇത്. സുമ്മ ലമ്മ ഹല്ല റബീഉൽ അവ്വൽ, സനത്ത് 1272 വർഷത്തിൽ റബീഉൽ അവ്വൽ ഇങ്ങോട്ട് പിറന്നപ്പോൾ റായിത്തു അഖിലഹ, ആ നാട്ടിലുള്ള ആൾക്കാരെ ഞാൻ കണ്ടു. യഹ്തമൂന അസദ്ദൽ ഇഹ്തിമാം, വളരെ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടു. വയസ്അൂന ബികിതാബിൽ അത്ഇമത്തി വൽ ആദാബ്, ഭക്ഷണങ്ങളും അതുപോലത്തെ അതിക്ക് വേണ്ട കറികളും എല്ലാം സജ്ജീകരിക്കുന്നതിൽ ഉണർന്നതായി ഞാൻ കണ്ടു. വയുഹ്ദിറൂനഹ ലിമൻ യത്ലു മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുലന, മുത്തുനബി തങ്ങളുടെ മൗലിദ് ഓതുന്ന ആളുകൾക്ക് ആ ഭക്ഷണമൊക്കെ അവർ സന്നിധനമാക്കി കൊടുക്കുന്നു. വയുവല്ലിമൂനഹ ഹുബ്ബൻ ലിൽ ഖാസി വൽ ആം, ആരെയും വ്യത്യാസപ്പെടുത്താതെ പ്രത്യേകക്കാരെയും പൊതുജനങ്ങളെ ഒക്കെ ഇഷ്ടം വെച്ചുകൊണ്ട് തന്നെ അവർക്കെല്ലാം നല്ല സദ്യ ഒരുക്കി കൊടുക്കുന്നു. ഫലമ്മ ദഖൽതു ദാറുൻ ഫലമ്മ ഖലത് ഫഖല്ലമ ഖലത് ദാറുൻ അൻ ഇഖ്റാഇൽ മൗലിദി വ ഇക്റാമിൽ ഖുറാഇ അൽ മസ്ഹദ്, മൗലിദിന്റെ സദസ്സിൽ പങ്കെടുത്തതായ വായിക്കുന്ന ആളുകൾ, മൗലിദ് ഓതുന്ന ആളുകളെയും അതുപോലെ ആദരിക്കുക എന്ന കാര്യത്തെ തൊട്ടും പിന്നെ മൗലിദ് ഓദിപ്പിക്കുന്ന ആൾക്കാരെ തൊട്ടും ഒരു വീട് അവിടെ ഒഴിവായി കാണുന്നില്ല, വളരെ കുറവേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോ സദഖ്തു ബിമാ ഉഖ്ബിർതു, എനിക്ക് കിട്ടിയ വിവരങ്ങൾ സത്യമാണെന്ന് ബോധ്യമായി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൗലിദിനെ പറ്റി ഇനിയും ധാരാളം ഇൻഷാ അല്ലാഹ് ചർച്ചയുടെ തുടർന്ന് കേൾക്കാം. ഇതെല്ലാം എല്ലാവരും മനസ്സിലാക്കിയേക്കും, നല്ലതാണ്. അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ്, ആ മൗലിദിന് വല്ല അടിസ്ഥാനം ഉണ്ടോ? എന്താ അതിന്റെ നിലപാട്? പഴയതാണോ? ബിദ്അത്താണോ? ബിദ്അത്ത് ഹസനത്താണോ? ബിദ്അത്ത് മുൻകറത്താണോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതല്ലേ നമ്മള്? ആ വിഷയമാണ് ഇപ്പൊ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. നബിനെ കുറിച്ച് ധാരാളം ഇനിയും പറയാനുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ മൗലിദ് ഒരു വിഷയം ഉണ്ടല്ലോ നമുക്ക്, അത് നമ്മൾ അറിയേണ്ടത് തന്നെയാണ്. മങ്കൂസ് മൗലിദ്, ബർസഞ്ചി മൗലിദ്, അസ്നഖ മൗലിദ്, ഇങ്ങനെ ഒരുപാട് മൗലിദുകൾ മുത്തുനബിനെ പറ്റി മദ്ഹ് ചെയ്ത് ആയത്തും ഹദീസും ചരിത്രവും കൊണ്ട് ബൈത്തൊക്കെയുള്ള കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എന്നാൽ എന്നുണ്ടായി ഈ മൗലിദ്? ആരാ ഈ മൗലിദ് ആദ്യം നടപ്പിലാക്കിയത്? ചർച്ച ചെയ്ത് നോക്കാം. ആദ്യം നിഅമത്തുൽ കുബ്രയുടെ ഇബാറത്തുൽ ഇഅ്ലം, നീ അറിയേ അന്ന മിനൽ ബിദഅൽ മഹ്മൂദത്തി, നല്ല ബിദ്അത്തിൽപ്പെട്ടതാണ്. ബിദ്അത്ത് തന്നെയാണ്, നല്ല ബിദ്അത്തിൽപ്പെട്ടതാണ്. എന്ത്? അമൽ മൗലിദി ശരീഫ്, മുത്തുനബി തങ്ങളുടെ മൗലിദ്, അതിനെ പറ്റിയുള്ള പ്രവർത്തനം, ആ മൗലിദ് കൊണ്ടാടലും ആഘോഷിക്കലൊക്കെ. എന്ന് ഷഹരില്ലദീ ഉരിദ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾക്ക് ജന്മം നൽകിയതായ മാസത്തിൽ കൊണ്ടുകൊണ്ടില്ല, അത് കൊണ്ടാടുക, അത് ആഘോഷിക്കുക ഒക്കെ നല്ല കാര്യത്തിൽപ്പെട്ടതല്ലേ, ബിദ്അത്താണ്. അവ്വലു മൻ അഹ്ദസഹു, എന്നാൽ ഈ മൗലിദിനെ പുതുതായി ഉണ്ടാക്കിയ ആദ്യത്തെ ആൾ ആരാണ്? അൽ മലിക്കുൽ മുളഫഖ് എന്ന് പറയുന്ന ആളാണ്. സാഹിബ് ഇർബൽ ചക്രവർത്തി എന്ന് പറയുന്ന മലിക് മുളഫഖ് എന്ന് പറയുന്ന ആളാണ്. ഇബ്നു കസീർ തങ്ങൾ പറഞ്ഞു ഈ താരീഖി, തന്റെ ചരിത്രത്തിൽ, ചരിത്ര കിതാബിൽ പറയുന്നു, കാന യഅമറു മൗലിദ ശരീഫ് ഫി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസം കൊണ്ട് വന്നാൽ ഈ രാജാവ് എന്ത് ചെയ്യുന്നോ? പുന്നാർ നബിന്റെ മൗലിദ് പ്രവർത്തിക്കും.
വലിയ വലിയ സദസ്സ് ഉണ്ടാക്കിയിട്ട് കൊടുക്കും. നീതിമാനും ബുദ്ധിമാനും ധീരവാനും ഒക്കെ നല്ല ഭരണാധിപനാണ് അദ്ദേഹം. ഉക്ക എന്ന് പറയുന്ന മദീനയിൽ ഫറഞ്ചുകാരെ തടഞ്ഞു വെച്ചവരാണ് മഹാൻ. അങ്ങനെ മൂപ്പര് നടപടിക്രമങ്ങളും ചരിത്രം പരിശോധിച്ച് നല്ലൊരു മഹാനാണ് മൂപ്പര്. അങ്ങനെയൊക്കെയാണ് ഇബ്നു കസീർ തങ്ങൾ മഹാനെ പറ്റി പുകഴ്ത്തി. ആ മഹാനാണ് ആദ്യം മൗലിദ് ഇവിടെ നടപ്പാക്കി. വഖാല സിബ്തുബിൻ ജൗസി എന്ന് പറയുന്ന ആള് തന്റെ കിതാബ് ആയിരിക്കുന്ന ഫി മിർആത്തി സമാൻ എന്ന് പറയുന്ന കിതാബുണ്ട്. അതിൽ പറയുന്നു ഹക്കാലി ബഅദു മൻ ഹളറ സുമാത്തൽ മുളഫർ ഫി ബഅദിൽ മവാലിദി. മഹാനുണ്ടാക്കുന്ന ചില മൗലിദുകളിൽ ഈ പറയുന്ന മുളഫർ രാജാവിന്റെ ആ സദസ്സിൽ പങ്കെടുത്ത ആൾക്കാരുണ്ട്. അവരിൽ ചില ആൾക്കാർ എനിക്ക് ഉദ്ധരിച്ചു തരികയാണ്. അന്നഹു അദ്ദബീഹി, അദ്ദേഹം ഉണ്ടാക്കിയ മൗലിദിന്റെ സദസ്സിൽ ഞാൻ എണ്ണിയ ഭക്ഷണം പറഞ്ഞുതരാം. മാംസത്തിന്റെ കണക്ക് 5,000 റൈസ് ഓലമീൻ, 5000 ആടുകളെ തല അവിടെ കണ്ടിട്ടുണ്ട്. അപ്പൊ 5000 ആടുകളെ അറുത്ത് ചെവി വേവിച്ചിട്ടുണ്ട്. ചുടപ്പെട്ടതായ 5000 ആടിന്റെ തലകള്. 10,000 ദജാജത്ത്, ഒരു 10,000 കോഴികള്. 100,000 സബദിയ, 100,000 നെയ്യിന്റെ തിന്നുകള്. 30,000 സുഹൻ, 30,000 സഹൻ ഹൽവ, മധുര പലഹാരങ്ങളുടെ കൂമ്പാരം 30,000. ഇങ്ങനെ പല വിഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. മൗലിദി, അദ്ദേഹം ഉണ്ടാക്കുന്ന മൗലിദ് സദസ്സിലേക്ക് സൂഫിയ, സൂഫി പണ്ഡിതന്മാരും പേര് കേട്ട ആലിമീങ്ങളൊക്കെ ആ സദസ്സിൽ പങ്കെടുക്കാറുണ്ട്. അലൽ മൗലിദി ഈ കുല്ലി സനത്തിൻ, മുത്തനബി തങ്ങളുടെ മേലുള്ള മൗലിദിൽ എല്ലാ വർഷത്തിലും മൂപ്പർ ചെലവഴിക്കുന്നത് 300,000 ദീനാർ, 3 ലക്ഷം ദീനാറുകളാണ് മൂപ്പർ ചെലവഴിക്കുന്നത്. 3 ലക്ഷം. അത്രത്തോളം സമ്പന്നനാണ്, അത്രത്തോളം നല്ല മുതലുള്ള ആളാണ് മൂപ്പർ. അതൊക്കെ ചെലവഴിച്ച് നബിയോടുള്ള പ്രേമം കൊണ്ട് ഇങ്ങനെ കാണും. അല്ലാമത്തി ഇബ്രാഹിം അനഫി മദ്ഹബുകാരനായ ഹലബി ഗോത്രത്തിൽപ്പെട്ട അല്ലാമത്തുൽ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരാൾക്ക് റൗഹ് സൈർ എന്ന് പറയുന്ന കിതാബ്, റൂഹ് സൈർ എന്നേക്കാണ്. ആ റൂഹ് സൈറിൽ പറയുന്നു ഖദ് സന്നഫ ഇബ്നു ദഹിയ, ഇബ്നു ദഹിയ എന്ന് പറയുന്ന ഒരാള് കിതാബ് ഉണ്ടാക്കി. സനത്ത 604 ആർക്കിൽ മലിക്കിൽ മുളഫർ രാജാവിന് കിതാബ് ബിൽ മൗലിദി ഷരീഫ്, മുത്തുനബി തങ്ങളുടെ മൗലിദിനെ പറ്റിയുള്ള കിതാബ് ഉണ്ടാക്കി കൊടുത്തു. സമ്മാഹു തൻവീർ, അതിന്റെ പേര് വെച്ചിട്ടുള്ള തൻവീർ ബി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബശീർ എന്ന് പറയുന്ന കിതാബാണ്. ആ കിതാബ് ഉണ്ടാക്കി കൊടുത്തു ഇബ്നു ദഹിയ്യത്ത് മുളഫർ രാജാവിന്. ബി 1000 ദീനാർ, അപ്പോ 1000 ദീനാർ സ്വർണ്ണ നാണയം ആർക്ക് കൊടുത്തു? ഈ ഇബ്നു ദഹിയ്യത്തിന് ഈ കിതാബ് ഉണ്ടാക്കിയ സന്തോഷം കൊണ്ട് രാജാവ് കൊടുത്തു. ഈ ഉദ്ധരണികളെല്ലാം കൊടുത്തിട്ടുള്ളത് നിഅമത്തുൽ കുബ്ര എന്ന് പറയുന്ന കിതാബിന്റെ വ്യാഖ്യാനം 134 കാണാൻ കഴിയും. സെർക്കാനിയും അല്ലാത്തവരൊക്കെ പറയുന്നത് അവലു മൻ അഹദസഹു മിനൽ മുലൂക്കി, രാജാക്കന്മാരിൽ നിന്ന് ആദ്യമായിട്ട് മൗലിദ് നടപ്പാക്കിയ ആള് അൽ മലിക്കുൽ മുളഫർ അബൂ സഈദ് സാഹിബ് ഉർബൽ. ഇവരുടെ പേര് അബൂ സഈദ്, ഓമന പേരാ. അഹദുൽ മുലൂക്കിൽ അംജാദിൽ കുബ്ര, വലിയ മാന്യനായ രാജാക്കന്മാരിൽപ്പെട്ട ഒരാളാണ് മൂപ്പര്. കാന മുദ്ദത്തൂഫിൽ മുൽക്കി ഐബി ബറക്കത്തിൽ മൗലിദി ഇല അമ്മാത്ത, ആ രാജാവ് തന്റെ രാജാധികാരത്തിൽ തന്നെ മരിക്കുന്നത് വരെ മുത്തുനബിന്റെ മേലുള്ള മൗലൂദിന്റെ ബർക്കത്ത് കൊണ്ട് മഹാൻ അങ്ങനെ ജീവിച്ചുപോയി എന്ന് പറയുന്നു. അങ്ങനെ സർക്കാരിയും അല്ലാത്തതും കാണാം. ഇമാമു ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു ഫി റിസാലത്തി ഇല്ലത്തി സമ്മാഹ ഹുസ്നുൽ മഖ്സദ് ഫിൽ മൗലിദി എന്ന് പറയുന്ന ഒരു കിതാബിൽ മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ പറയുന്നു, എന്ത് അറിയോ ആരെപ്പറ്റി?
മുസഫർ രാജാവിനെ പറ്റി. എല്ലാവരും പ്രശംസിച്ച രാജാവാണത്. ഇന്ന ഹാദൽ മലിക്ക, നിശ്ചയമായിട്ടും ഈ രാജാവ് ആദിലും നീതിമാനാണ്, ആലിമുൻ അറിവുള്ളവനുമാണ്. അങ്ങനത്തെ ഒരു പണ്ഡിതനും കൂടിയാണ് ഈ രാജാവ്. മൗലിദ, എന്നിട്ട് ഈ മൗലിദ് എന്ന് പറയുന്ന ഈ സദസ്സ് ഉപരുണ്ടാക്കിയ നബിന്റെ പേരിൽ ഈ മൗലിദിന്റെ സദസ്സ് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നാണ് മൂപ്പര് കരുതിയിട്ടുള്ളത്. അങ്ങനെ ഹളറ ഹിന്ദു അദ്ദേഹം കൊണ്ടാടുന്ന ആ മൗലിദിൽ പങ്കെടുക്കുന്നുണ്ട് അൽ ഉലമാ വസ്സുലഹാവ്, പണ്ഡിതന്മാരും നല്ല നല്ല സാദാത്യരും എല്ലാവരെയും പങ്കെടുക്കുന്നുണ്ട്. മിൻ ഗൈരി നകീരും മിൻഹും, പങ്കെടുത്ത ഒരു പണ്ഡിതനും ഈ പറയുന്ന മുസഫർ രാജാവ് കാട്ടിക്കൂട്ടുന്ന ഈ മൗലിദ് തെറ്റാണെന്നോ ആരും പറഞ്ഞിട്ടില്ല. വറുത്തല്ലാഹു ഇബ്നു ദഹിയ, ഇവിടെയും പറയുന്നുണ്ട് ഇബ്നു ദഹിയ അതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. മൂപ്പര് പണ്ഡിതനാണല്ലോ. വഹൗലായി ഉലമാഉ മുതദയ്യിന റളൗഹു വഖറുഹു വലം യുൻകിറുഹു എന്നാണ്. അപ്പോ ദീനിയായ പണ്ഡിതന്മാരാണ് ഇവരൊക്കെ. ഇവരൊക്കെ ആ റളൂഹു, ആ സംഗതിക്കെന്തായി അവസ്ഥപ്പെട്ടിട്ടുണ്ട്, പൊരുത്തപ്പെട്ടിട്ടുമുണ്ട്. മാത്രമല്ല അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുമുണ്ട്, നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്, ആരും നിഷേധിച്ചിട്ടില്ല എന്ന് കാണാം. ദുഃഖിറ പറയപ്പെട്ടിട്ടുണ്ട് അന്ന തൈരീവ തൻവീർ, തൻവീർ എന്ന കിതാബിന്റെ രചന കാനബി സനത്തി 46 ഹിജ്രിയ, ഹിജ്റ വർഷം 604 ആണ് എന്ന് പറയുന്നുണ്ട്. അന്നാണ് ആ കിതാബ് ഉണ്ടാക്കി കൊടുത്തതെന്ന്, 604. സീറത്തിന്റെ നബവിയ, സീറത്തിന്റെ നബവിയിൽ കാണാം ഹാഫിദ് ഇബ്നു ദഹിയ എന്ന്. ഇബ്നു ദഹിയ മുസഫർ രാജാവിന് ഉണ്ടാക്കി കൊടുത്തു തൈലീഫൻ, ഒരു കിതാബ് സമ്മാഹു തൻവീർ ബിൽ മൗലിദിൽ ബഷീർ നദീർ എന്ന ഒരു കിതാബ്. അതുണ്ടാക്കി കൊടുത്തപ്പോൾ ആ സന്തോഷം കൊണ്ട് അജാദുൽ മലിക്കുൽ മുസഫർ ബി അൽഫി ദീനാർ, മഹാൻ എന്ത് ചെയ്തെന്നറിയാമോ, 1000 ദീനാർ ഈ പറയുന്ന ഇബ്നു ദഹിയത്തിന് അങ്ങനെയുള്ള ഒരു കിതാബ് രചിച്ചല്ലോ എന്നൊരു സന്തോഷം കൊണ്ട് കൊടുത്തു കളഞ്ഞു. അപ്പൊ ഈ രാജാവിന്റെ സന്തോഷം നോക്കൂ. ഇതാരും തെറ്റാന്ന് പറഞ്ഞിട്ടില്ല ഈ രാജാവ് ചെയ്ത